ഇവരും കൂട്ടരും ആരെ കൊണ്ടടിപ്പിച്ച ഫോട്ടോ നോക്കി ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവരെ എത്തി നോക്കാതെ മാറി നിൽക്കുകയാണ്. ഈ ഒരു ക്ലാരിറ്റി അല്ല എനിക്ക് വേണ്ടത്. എടാ അങ്ങനെയൊന്നുമില്ല, മൊത്തത്തില് കണ്ടോ. ഹലോ, എനിക്കറിയാൻ മനസ്സിലാവുന്നില്ല. ഗൈസ് നൈസൊരു ചായക്കണുണ്ട്. സാറിനാണ് ലോക്കൽ. അത് വായിച്ചു सब कुछ ठीक हो जाएगा. अदर फील है म्यूजिक की. If we don't have music in this world, we will be fucked up. Hey, बने लव वीडियो काढ़ो वाली. हाँ, हर बार प्रेमी दो रहे. नमस्ते. ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ സിനിമയിലെ പാട്ടൊക്കെ കേട്ടാണ് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം. ഈ കാണുന്ന ബേക്കറിയുടെ തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്നലെ രാത്രി വന്ന് റൂം എടുത്തത്.
അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മൾ 7-8 മണിക്കൂർ നീണ്ടു നിന്ന റൈഡും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം തപ്പി അങ്ങനെ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണിത്. സേത്തി OP മാർക്ക് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. നാട്ടിൽ നമ്മുടെ ഏതാണ്ട് നമ്മുടെ പെൻഡമേനകയുടെ ബാക്കിലെ ബ്രോഡ്വേയിൽ ഏതാണ്ട് അതേപോലെയൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനൊക്കെ. നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് കടകളും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുറച്ച് തിരക്കുമുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 8-8:30 മണിയായിട്ടുണ്ടാവും. എല്ലാവരും കടകളൊക്കെ തുറന്ന് വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ചായ കുടിക്കുക എന്നുള്ളതാണ് പരിപാടി. അതാ ചേട്ടാ ഞാൻ വന്നേനല്ല ചേക്ക മാർക്കറ്റ് ഫുള്ള് കണ്ടിട്ട് വന്നെയാണ് ചിമ്പെടുത്തോണ്ടിരിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, പിന്നെ സിം എടുക്കണം. കാരണം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് വന്നേക്കണേണ്. അപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾക്ക് വല്ല നെറ്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവത്തിന് എമർജൻസി ആയിട്ട് വിളിക്കാനൊരു നമ്പർ വേണം എന്നുള്ളത് കൊണ്ടിട്ട് നമ്മളൊരു നമ്പർ എടുക്കാനായിട്ട് തീരുമാനിച്ച്. അപ്പോൾ അങ്ങനെ നിൽക്കണതാണ് നമ്മ. അപ്പോൾ ഫസ്റ്റ് സിം എടുക്കാൻ പോകണോ ഫുഡ് അടിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കണം. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നെല്ലാം റൂം എടുത്ത ഹോട്ടൽ കാണിച്ചു തരാം. ഇതേ കണ്ട ഹോട്ടൽ 6 വാലി എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. വലിയ തലക്കേടില്ല, സീനില്ല, അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ആണ്. എന്നാൽ ഓവർ പോഷും അല്ല, എന്നാൽ ഓവർ ലോക്കലും അല്ല. അതിൻ്റെ ഒരു ഇടത്തരം. ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ബേസ്മെൻറ്റ് പോലെ. അതിലേക്ക് ഇറങ്ങി അവിടെയാണ് റിസപ്ഷൻ. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കയറണം. ഏറ്റവും മുകളിലുള്ള ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. വലിയ വൈബൊന്നുമില്ല റൂം, പക്ഷേ വലിയ സീനില്ല. നമുക്കങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ആദ്യം അങ്ങോട്ട് പോകണം, എവിടെ സന്ദർശിക്കണം, എന്തൊക്കെ കാണണം എന്നുള്ളതിന് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ കടകളൊക്കെ ഒന്ന് ബ്രൗസ് ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇവിടെ അത്യാവശ്യം നല്ല നല്ല കടകളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനും നാട്ടിൽ കിട്ടാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നല്ല ഷൂസ്, കോൺവേഴ്സൊക്കെ ഇപ്പോൾ നാട്ടിൽ ബാനല്ലേ, ഇന്ത്യയിൽ ബാനാണ്. അതേപോലെ നല്ല നല്ല ജാക്കറ്റ് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഷൂവും ജാക്കറ്റൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സമയമൊക്കെ കളഞ്ഞ് ഓജിയാണ്. നമ്മുടെ അടുത്ത് പോലെ ഗ്രൂപ്പ് അല്ല, ഒറിജിനൽ കോൺവേഴ്സ് ആണ്. 70 ആണ്. ഒന്നും പറയാനില്ല, ചോദിച്ചാണ് സെയിം സാധനം ഉണ്ടല്ലോ. അതിനുശേഷം നമ്മൾ നേരെ ഹൈവേയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയണത് നമ്മുടെ നേപ്പാളിൽ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളിപ്പോൾ ഈ റൂം എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ റോഡിലേക്ക് ഇറങ്ങി സൈഡിൽ തന്നെ ഒരു കടയിൽ നിന്ന് നമ്മൾ സിം എടുത്തു. സിം എടുക്കാനായിട്ട് എത്ര ആയിന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഓർക്കണില്ല കറക്റ്റ്. വണ്ടേ ഡൽഹി ചെയ്യേ ഇവിടെ കവർ ചെയ്യുന്ന ഒരാള് സൂര്യൻ എങ്ങനെ ചായ How is it, boy? That's so sweet, man. Oh, അവന്റെ പ്ലേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എന്ത് സാധനം ലഡു കറക്റ്റാണ്. അവിടെ കുടിച്ചോണ്ടിരിക്കുന്ന സൂപ്പർ. നീ എന്താ എന്നോട് ചോദിച്ചോ എങ്ങനെയുണ്ടെന്ന്? ചായ ഉണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. ഇതാണ് എനിക്ക് ചായ കൊള്ളാം, കുഴപ്പമില്ല, കടുപ്പില്ല, പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം, നല്ല ചായ. പിന്നെ ആ സിമ്മൊക്കെ എടുത്തതിന് ശേഷം അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്ന ആ ബേക്കറിയിൽ, അതൊരു ബേക്കറി കം ചായക്കടയാണ്. അവിടെ നിന്ന് നമ്മൾ സമൂസ പോലത്തെ ഒരു സംഭവം, ഈ ബോണ്ട സമൂസ, ഈ നോർത്തിൽ എന്നൊക്കെ പറയുമ്പോൾ സമൂസ ഒരുമാതിരി ബോണ്ട പോലെ ഇരിക്കുമല്ലോ, അപ്പോൾ അങ്ങനത്തെ സാധനവും
പിന്നെ ചായയാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചത്. വളരെ ലഘുവായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇവിടെ അടുത്തുള്ള ഒരു വലിയൊരു ഫേമസ് സ്ഥലമായിട്ടുള്ള 10ാം ദർബാർ സ്ക്വയറിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോയി റെഡിയായി നേരെ വണ്ടി എടുത്ത് ഇറങ്ങി റോട്ടിലേക്ക്. നമ്മളിപ്പോൾ പോണ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 3.5 കിലോമീറ്റർ ഉണ്ടാവും ഈ പറയണ 10ാം ദർബാർ സ്ക്വയറിലേക്ക്. അങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ നിരങ്ങി ബോറടിച്ച് പോകുമ്പോഴാണ് ഒരു സൂപ്പർ ബൈക്ക് നമ്മുടെ മുമ്പിൽ വന്ന് ചാടുന്നത്. അത് കണ്ടപ്പോൾ എന്തോ മനസ്സിനൊരു കുളിർമ. സൂപ്പർ ബൈക്ക് എവിടെ കണ്ടാലും ഞാനതിങ്ങനെ നോക്കി നിൽക്കും. എന്താണെന്നറിയില്ല, പണ്ട് മുതലുള്ള ഒരു ശീലമാണത്. സംഭവം കണ്ടിട്ട് 1000cc ഹോണ്ടയുടെ CBR ആണ് സംഭവം. എന്താളെ അതിൻ്റെ ആ ടെയിൽ ലാമ്പൊക്കെ കണ്ട. പിന്നെ അതിൻ്റെ എക്സോസ്റ്റ് കണ്ടിട്ട് അത് ആക്രപ്പോവിക്കാന്നാണ് തോന്നണം. അതിൻ്റെ എക്സോസ്റ്റ് ഏതാണെന്ന് കറക്റ്റ് അറിയാവുന്നവർ താഴെ കമൻ്റ് അടിക്കും. അങ്ങനെ സൂപ്പർ ബൈക്കിൽ നിന്ന് കണ്ടെടുക്കണതും പോണ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള പോക്കാന്നാണ് തോന്നണം കണ്ടിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ റൂം എടുത്തത് ഈ പറയണ എയർപോർട്ടിൻ്റെ സൈഡിലായതുകൊണ്ട് അത് എയർപോർട്ടായിട്ട് തൊട്ടടുത്തുള്ള ഹൈവേയും ആണ്. അപ്പോൾ ഇവിടെ കൂടി പോകുമ്പോൾ കറക്റ്റ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണത് ലാൻഡ് ചെയ്യണതൊക്കെ നമുക്കിങ്ങനെ ക്ലോസ് റേഞ്ചിൽ കാണാനായിട്ട് പറ്റും. ഫ്ലൈറ്റും അതെ, ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ നോക്കി നിൽക്കും. നൈസല്ലേ. അങ്ങനെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങളൊരു പോക്കറ്റ് റോഡിൽ ചെന്ന് കയറി. എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്കറ്റ് റോഡിലാണ് ഈ പറയണ 10ാം ദർബാർ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വഴി കയറിയപ്പോൾ എനിക്ക് മട്ടാഞ്ചേരിയിലെ ജ്യൂസ് സ്ട്രീറ്റും ബസാർ റോഡൊക്കെ ഇല്ലേ, ഏകദേശം ആ വഴി കൂടി പോണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ ഭയങ്കര പഴയതാണ്, ഒന്നിനൊരു പുതുമ തോന്നല്ല. ഒരുപക്ഷെ അവരതിൻ്റെ ആ ഒരു വിൻറ്റേജിനെസ് നിലനിർത്താൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്തേക്കണം. സ്ഥലം വളരെ പൊളിയാണ്, അതേപോലെ തന്നെ കെട്ടിടങ്ങളും കുറേ പൊളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പോണ വഴിയാണെങ്കിലും വളരെ ഇടുങ്ങിയ ഒരു ടൈപ്പ് വഴിയാണ്. പൊടി ഭയങ്കരമായിട്ട് പൊടിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻസ് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നത് കൊണ്ടിട്ട് ഒരുപാട് പൊടികൾ അവിടെ ഉണ്ട്. നമ്മൾ ഗാങ്ടോക്കിലെ MG മാർഗിൽ പോയ പോലെയല്ല, ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വളരെ പുറകോട്ടാണെന്ന് എനിക്ക് തോന്നണം. കാരണം മെയിൻ്റനൻസ് വളരെ ശോകമായിട്ടാണ് എനിക്ക് ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ 10ാം ദർബാർ സ്ക്വയർ എത്തി. അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്, നല്ല അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. പിന്നെ നല്ല വെയിലുള്ള ദിവസമായിരുന്നു, നല്ല ചൂടും ഉണ്ട്, നല്ല പൊടിയും ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാന്നുണ്ടോ എനിക്ക്. അപ്പോൾ ഈ 10ാം ദർബാർ സ്ക്വയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മല്ലാ കിങ്സ് എന്ന് പേരുള്ള രാജാക്കന്മാർ അവരാണ് ഈ ഒരു സ്ഥലമൊക്കെ ഭരിച്ചിരുന്നത്. ഈ കാഠ്മണ്ഡു വാലി, നേപ്പാൾ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഭരിച്ചിരുന്നത് അവരാണ്. അവർ വിഹരിച്ചിരുന്ന കൊട്ടാരമാണ് ഈ ഒരു 10ാം ദർബാർ സ്ക്വയർ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഫോറിൻ സിറ്റിസൺസിന് 1000 നേപ്പാളി റുപ്പീസാണ് ടിക്കറ്റിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത്. അതേപോലെ സാർക്ക് പിന്നെ ബിംസ്റ്റെക്ക് ഈ പറയുന്ന 2 ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന രാജ്യങ്ങളിലെ സിറ്റിസൺസിന് 250 റുപ്പീസും അങ്ങനെയാണ് ഇവർ ടിക്കറ്റ് എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഈ രാജ്യങ്ങളാണ് സാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ അന്തറിൽ വരുന്നത്. അതേപോലെ ബിംസ്റ്റെക്ക് ഓർഗനൈസേഷനിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ്. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലുള്ള സിറ്റിസൺസിനും 250 നേപ്പാൾ റുപ്പീസ് കൊടുത്താൽ ഇതിൽ കയറാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യക്കാർക്കും 1000 നേപ്പാളി റുപ്പീസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പാലസിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ എനിക്ക് ഈ പാലസ് കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തോന്നിയ എന്താണെന്ന് വെച്ചാൽ, മണിച്ചിത്രത്താഴിലെ തെക്കിണീൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീലായിരുന്നു. മൊത്തത്തിൽ മരങ്ങളും കല്ലും കൊണ്ടൊക്കെ ഉള്ളൊരു കൊത്തുപണിയാണ് ഇതിൻ്റെ മറ്റൊരു വലിയ അട്രാക്ഷൻ.
പ്ലോട്ട് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പൊക്കെ അത്യാവശ്യം കൊള്ളാം. ഫുള്ള് മരം കൊണ്ടാണ്. പിന്നെ ആ ഒരു വിൻറ്റേജ്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യിക്കും. പിന്നെ ഈ പാലസിൻ്റെ സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പാലസിൻ്റെ കൂടുതൽ ഇൻഫോർമേഷൻസ് ഞാൻ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ പാലസൊക്കെ ഫുള്ള് കണ്ട് പാലസിൽ നിന്ന് ഇറങ്ങി അവിടെ മൊത്തം തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. കുറച്ച് റീൽസിനുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കുറച്ച് പിക്സ് എടുത്ത് പിന്നെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ പോലെ ഒരു സംഗതി ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു സ്പ്രിങ്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ മുഖം കഴുകി അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ നടത്തി അവിടെ. പിന്നെ ഈ കൊട്ടാരത്തിലും ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മളാ യോധ സിനിമയിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. ചില സീൻ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ കണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ഒരു ഡെഫിനേഷനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ വരുന്ന ആ ഒരു ഗോവണി പോലത്തെ സംഗതിയൊക്കെ കണ്ട ഇതുപോലൊരു 3-4 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻസ്, ഈ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻസ്. പിന്നെ വേറെ കുറച്ച് സ്ഥലത്തായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ 10ാം ദർബാർ സ്ക്വയറൊക്കെ കണ്ടു നടന്നപ്പോഴാണ് നമുക്ക് വിശക്കുന്നു എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നമ്മൾ വന്നത്. ഏറെക്കുറെ സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ആയിപ്പോൾ ഇങ്ങനെ കണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ ആകെ ആ ബോണ്ടയും ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ലൊരു സ്ഥലം നോക്കി നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി. നമുക്ക് പറ്റിയൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവിടെ നിന്ന് നമ്മൾ ചിക്കൻ നൂഡിൽസാണെന്ന് തോന്നുന്നുണ്ട് കഴിച്ചത്. കറക്റ്റ് ഞാൻ ഓർക്കണില്ല. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ആ ഒരു ഫുഡിൻ്റെ വന്നതിൻ്റെ തിരക്കിലും വിശപ്പിൻ്റെ ഇടയിലും ഷൂട്ട് ചെയ്യണ കാര്യം വിട്ടുപോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ച് ആ വയറ് നിറഞ്ഞതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുത്തിരുന്നു ഒരു സ്ഥലത്ത്. അതെ, മപ്പായിട്ട്. അങ്ങനെ അവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടന്നതിന് ശേഷം അവസാനം ഞങ്ങൾ 10ാം ദർബാർ സ്ക്വയറിനോട് ടാറ്റ ബൈ ബൈ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് മുന്നോട്ട് കുതിച്ചു. പേരറിയാത്ത ഏതോ ഒരു റോട്ടിൽ ചെന്ന് കയറി. പിന്നീട് ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോഴാണ് അതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സംഗതികളുണ്ട്. അതായത് ഈ ആൻറ്റിക് ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഈ പഴയ ക്രാഫ്റ്റ് ഐറ്റംസ്, പിന്നെ അതേപോലെ നമ്മുടെ ഗോവയിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ട്രൈബ് ഉടുപ്പൊക്കെ ഇല്ലേ. എന്ന് വെച്ചാൽ സമ്മറിൽ ഇടാൻ പറ്റിയ ഒരു ഹിപ്പി മോഡൽ കസോള്, ഹിമാചലിലൊക്കെ കുറേ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ കാണാൻ പറ്റും. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടുന്നത്. പിന്നെ സാധാരണ ഗോവയിൽ ഈ ബീച്ച് പാർട്ടിയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഉടുപ്പ് കാണാൻ പറ്റും, അതേപോലത്തെ ഉടുപ്പ്. പിന്നെ മെയിൻലി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ടൈപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ പഴയ വാള്, കത്തി, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കതൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചാൽ ഇവർ മേടിക്കും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഫണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മുന്നോട്ടുള്ള ഭാവി ട്രിപ്പിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ മേടിക്കണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുറേ കടകൾ നമ്മളങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നോക്കി നടന്നു. ഏറെക്കുറെ ഒരു സന്ധ്യാസമയമായി. അങ്ങനെ പിന്നീട് നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം, നേരെ റൂമിലേക്ക് വണ്ടി എടുക്കാം. ആക്ച്വലി നമ്മൾ കാഠ്മണ്ഡുവിൽ 2 ദിവസമാണ് സ്റ്റേ ചെയ്യണത്. കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യായിരുന്നു. പിന്നെ നമുക്ക് 2 മൈൻഡായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ പൈസ, അതായത് ലിക്വിഡ് ക്യാഷ് കയ്യിലുള്ളത് തീരാനായി. നമുക്ക് പറ്റിപ്പോയ ഒരു പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ നമ്മൾ നേപ്പാള് കാഠ്മണ്ഡുവിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബാങ്കിലുള്ള ക്യാഷ് ലിക്വിഡാക്കി കയ്യിൽ വെക്കണമായിരുന്നു. നമ്മളങ്ങനെ ചെയ്തില്ല. നിലവിലുള്ള ലിക്വിഡ് മണി വെച്ചാണ് നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഓൺലൈൻ സംഭവങ്ങളൊന്നും ഇവർക്ക് ഇവിടെ വർക്കാവില്ല. എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ സെറ്റപ്പ് ആവില്ല. അവർക്ക് ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. മാത്രമല്ല നമ്മുടെ കയ്യിൽ നേപ്പാളി റുപ്പീസും ഇല്ല, കയ്യിൽ ഇന്ത്യൻ മണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. മെയിനായിട്ട് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.